വോട്ട് ചോരി ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ല് സുതാര്യമായ വോട്ടർ പട്ടികയാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരക്കിട്ടത് കേരളത്തിൽ വൻ എതിർപ്പുണ്ടാക്കി. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചെതിർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പും ISR പ്രക്രിയയും BLOമാരിൽ വൻ സമ്മർദ്ദമുണ്ടാക്കി. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിക്കുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. യഥാർത്ഥ വോട്ടർമാരെ കള്ള വോട്ടർമാരെ ഒന്നും ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വോട്ടർ പട്ടിക ക്ലീൻ എന്ന പേരിൽ കള്ള വോട്ടർമാരെ മാറ്റുന്നതിൽ ഇരട്ട വോട്ടുകളെ മാറ്റുന്നതിലും ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷേ അർഹതപ്പെട്ട വോട്ടർമാരെ ഒരു കാരണവുമില്ലാതെ ടാർഗറ്റഡായി മാറ്റാൻ തീരുമാനിച്ചാൽ മറ്റു സ്റ്റേറ്റുകളിൽ ആ പരാതി വ്യാപകമായിരുന്നു. അത് കേരളത്തിലും ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കിത് മനസ്സിലാകും. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം വയനാട്ടുകാരോട് ഞാൻ പറഞ്ഞ കാര്യമില്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടിയതിന്റെ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. BJPയുടെ വോട്ട് എത്ര കൂടി, സീറ്റ് എത്ര കൂടിയുള്ള കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട്. തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് സ്ഥിതി. വാർഡ് വിഭജനത്തിൽ അവർക്ക് വേണ്ടി വാർഡ് വിഭജനം നടത്തി കൊടുത്തതാണ് BJPക്ക് സീറ്റ് കൂടാൻ കാരണമുണ്ടായത്. കേരളത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയ വിവാദം ഇരട്ട വോട്ട് അഥവാ വ്യാജ വോട്ടുകളെ സംബന്ധിച്ചുള്ളതാണ്. പരാതികൾ സുപ്രീം കോടതി വരെ എത്തി. കേരളത്തിലെ അവസ്ഥ പ്രത്യേക സ്വഭാവമുള്ളതാണെന്ന് കോടതി അംഗീകരിച്ചു. എന്നാൽ നടപടികൾ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. തിരക്കിട്ട് നടപ്പാക്കുന്ന നടപടി ഇതേ തുടർന്ന് കോടതി ഇളവ് ചെയ്തു. ഇപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 25 ലക്ഷത്തോളം പേർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. വ്യാപകമായ പരാതി. ഇതിന്റെ നടപടികൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. വരും ദിനങ്ങളിലും കേരളം ചർച്ച ചെയ്യാനൊരുങ്ങുന്ന സജീവ വിഷയമായിരിക്കും SIR.